ഇന്നലെ അപകടത്തിൽപ്പെട്ട കുട്ടികൾ കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ആറാട്ടുകടവിൽ മുങ്ങി മരിച്ച ആദിത്യൻ, അമൽ എന്നിവരുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം അരുൺ രാജ് കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. വെണ്ടാർ ശ്രീ വിദ്യാധിരാജ സ്കൂളിലെ കുട്ടികളായിരുന്നു ഇവർ. ഇന്നലെ ഉച്ച മുതലാണ് ഈ കുട്ടികളെ കാണാതായത്. കുന്നിക്കോട് പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തിയിട്ടും കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അരുൺ രാജ് വിശദാംശങ്ങൾ നൽകുന്നു. ഗുഡ് മോർണിംഗ് അരുൺ രാജ്. വളരെ സങ്കടകരമായൊരു വാർത്തയാണ് പട്ടാഴിയിൽ നിന്ന് വന്നത്. പറയൂ. തീർച്ചയായും സ്കേൻ ഇന്നലെ ഉച്ച മുതലാണ് ഈ സ്കൂളിൽ നിന്ന് 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആദിത്യ, അമലിനെയും കാണാതാവുന്നത്. തുടർന്ന് ഈ സ്കൂൾ അധികൃതർ പരിശോധന നടത്തിയെങ്കിലും കുട്ടികളെ കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷേ ഇവർ രണ്ടുപേരും മറ്റെവിടെയെങ്കിലേക്കും പോയതാകാം എന്നതായിരുന്നു വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും നിഗമനം. തുടർന്ന് രാത്രിയായതോടെയും കാണാതായതോടെയാണ് പരിശോധനയും പോലീസിൽ അന്വേഷണവും ആരംഭിച്ചത്. പക്ഷേ ഇന്നലെ ഏറെ നേരം വൈകിയുള്ള പരിശോധനയിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ പട്ടാഴിക്ക് സമീപമുള്ള കല്ലടയാറ്റിലെ ആറാട്ടുപുഴ പാറക്കടവിന് സമീപം ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുന്നത്. ഇരുവരും കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ടതാകാം എന്നതാണ് നിഗമനം. ഇരുവരും 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. 14 വയസ്സ് മാത്രമാണ് ഇരുവർക്കും ഉള്ളത്. സംഭവത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സങ്കടകരമായ ഒരു വാർത്തയാണ്. കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ടു പോയതായിരിക്കാം എന്നാണ് പോലീസിൻ്റെ കണക്കൂട്ടൽ. ഇന്നലെ വൈകുന്നേരം ഈ കുട്ടികളെ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അന്വേഷിച്ചപ്പോഴാണ് കുട്ടികളെ കാണാനില്ല എന്ന വിവരം ലഭിച്ചത്.